അയ്യപ്പൻ പ്രകൃതിയാണെന്ന് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ കഥയിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജനിച്ച സമയത്തെ കാലഘട്ടത്തിലാണെങ്കിലും ഇവിടെ എല്ലാം തന്നെ മൂലപ്രകൃതി എന്നൊരു പ്രയോഗം നടത്തും. നമ്മുടെ ശരീരത്തിൽ അവിടെ പറയുന്ന 18 തത്വങ്ങൾ, അതല്ലെങ്കിൽ നമ്മുടെ മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള ആധാര ചക്രങ്ങൾ. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു മൂലാധാരത്തിലാണ് ഗണപതി. അപ്പോൾ ഈ മൂലാധാരത്തിൽ ഗണപതി ഉണ്ടെങ്കിൽ സ്വാധിഷ്ഠാനത്തിലേക്ക് വരുമ്പോഴേക്കും അവിടെ ബ്രഹ്മാവായി, വിഷ്ണുവായി, ശിവനായി, ജീവാത്മാവ്, പരമാത്മാവ്, ഗുരു, ഇങ്ങനെ ഈ തരത്തിലൊക്കെ തന്നെ ഓരോ ദിവസത്തെ ശ്വാസം തന്നെ, ഒരു ദിവസം ഏതാണ്ട് 21,600 ശ്വാസമാണ് ഒരു വ്യക്തിക്ക്. ഈ ശ്വാസം തന്നെ ഏതൊക്കെ കാര്യത്തിന് എപ്പോൾ പോകുന്നുണ്ട്, അത് തടസ്സം മാറാൻ എത്ര ശ്വാസമുണ്ട്, രോഗം വരാതിരിക്കാൻ എത്ര ശ്വാസമുണ്ട്, ആരോഗ്യം നിലനിൽക്കാൻ എത്ര ശ്വാസമുണ്ട്, ബോധം ഉദിക്കാൻ, ഇതെല്ലാം കണക്കുണ്ട്. ഈ സമയത്തൊക്കെ ഓരോ സമയത്തും അന്തസ്രാവർ ഗ്രന്ഥികളുടെ പ്രവർത്തനത്തിലും വ്യത്യാസമുണ്ട്. അവിടെ ഈ പ്രകൃതി എന്നതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താണോ ഈ പ്രപഞ്ചത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചുള്ളത് അതിൽ ജീവിക്കുക, അതിന് വിരുദ്ധമായ നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാവാതിരിക്കുക, നെഗറ്റീവ് പ്രവൃത്തികൾ ഉണ്ടാകാതിരിക്കുക, നെഗറ്റീവായിട്ടുള്ള ഭക്ഷണങ്ങൾ. എന്താണ് നെഗറ്റീവ് എന്ന് വെച്ചാൽ നമുക്ക് ദോഷകരമായിട്ടുള്ളത്, പ്രകൃതിക്ക് ദോഷകരമായിട്ടുള്ളത്, പ്രപഞ്ചത്തിന് ദോഷകരമായിട്ടുള്ളത്, അത്തരം പ്രവൃത്തിയിൽ നിന്നും മാറി നിൽക്കലാണ് അയ്യപ്പൻ.